അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉറുദുവിൻ്റെ പുസ്തകത്തിൽ ഇബ്തിദായി ഉറുദു എന്നുള്ള നമ്മുടെ പുസ്തകത്തിലെ 15ാമത്തെ പാഠമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നമുക്കറിയാവുന്ന ധാരാളം ശാസ്ത്രജ്ഞന്മാരുണ്ടാകും അല്ലേ? സയൻസ് ഇത്രത്തോളം പുരോഗതി പ്രാപിച്ചതിനാലാണ്, ശാസ്ത്രകാരന്മാർ ഇത്രത്തോളം വളർച്ച പ്രാപിച്ചതിനാലാണ് നമുക്ക് ധാരാളം സുഖ സൗകര്യങ്ങൾ ഇന്ന് ലഭിച്ചിട്ടുള്ളത് അല്ലേ? ഏതായാലും ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് സി വി രാമൻ എന്ന് പറയുന്നത്. സി വി രാമൻ എന്നുള്ളതിൻ്റെ ഫുൾ ആയിട്ടുള്ള പേരെന്താണ്? ചന്ദ്രശേഖർ വെങ്കിട്ടരാമൻ എന്നാണ്. ഏതായാലും പ്രകാശത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആറ്റങ്ങൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നർത്ഥം. ഏതായാലും ഇദ്ദേഹത്തെക്കുറിച്ചാണ് നമുക്ക് അടുത്ത പാഠത്തിൽ, ഇനി നമുക്ക് എടുക്കാനുള്ള പാഠത്തിൽ പറയാനുള്ളത്. കിതാബിലേക്ക് നോക്കുക. സബക് 15ാമത്തെ പാഠം സർ സി വി രാമൻ. സി വി രാമനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. സർ എന്ന് പറയുന്നത് ഒരു പദവിയാണ്. ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിന് നൽകിയിട്ടുള്ള, ഇദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കാരണത്താൽ നൽകിയിട്ടുള്ള ഒരു പദവിയാണ് സർ എന്നുള്ളത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടക്കാം. കാവേരി ജനൂബി ഹിന്ദുസ്ഥാൻ കാ മഷ്ഹൂർ ദരിയാ ഹെ. കാവേരി നദിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഒഴുകി നടക്കുന്ന നദിയാണ് കാവേരി എന്നുള്ളത്. ഏതായാലും ഈ കാവേരി നദിയുടെ തീരത്തുള്ള ഒരു സ്ഥലത്താണ്, അതായത് തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് സി വി രാമൻ ജനിക്കുന്നത്. അതാണ് ആദ്യമായിട്ട് നമ്മെ പരിചയപ്പെടുത്തുന്നത്. കാവേരി എന്നുള്ളത് ജനൂബി ഹിന്ദുസ്ഥാൻ കാ. ജനൂബ് എന്നാൽ തെക്ക് ഭാഗത്തിനാണ് പറയുക. സൗത്ത് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ. ജനൂബി എന്ന് പറഞ്ഞാൽ സദേൺ എന്നാണ് അർത്ഥം, അതായത് തെക്ക് ഭാഗത്തുള്ള എന്നർത്ഥം. അപ്പോൾ ജനൂബി ഹിന്ദുസ്ഥാൻ കാ എന്ന് പറഞ്ഞാൽ സദേൺ ഇന്ത്യയിലെ മഷ്ഹൂർ ദരിയാ ഹെ, മഷ്ഹൂറായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള നദിയാണ് എന്നർത്ഥം. അപ്പോൾ കാവേരി സദേൺ ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു നദിയാണ്. ഇസ് ദറിയാ കെ കിനാരെ ഏക ഖസ്ബ തിരുച്ചിറപ്പള്ളി ഹെ. ഇസ് ദറിയാ കെ കിനാരെ, ഈ നദിയുടെ തീരത്ത്. കിനാര എന്നാൽ തീരം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ നദിയുടെ തീരത്ത് ഏക ഖസ്ബ, ഒരു നാട്. ഖസ്ബ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള അർത്ഥം എന്താണ്? ഗ്രാമം എന്നുള്ള രീതിയിൽ നിന്നും ഉയർച്ച പ്രാപിച്ചിട്ടുണ്ട്, പക്ഷേ പട്ടണം എന്നുള്ളതിലേക്ക് എത്തിയിട്ടുമില്ല. അത്തരത്തിലുള്ള ഒരു നാടിനെ കുറിച്ചാണ് നമ്മൾ ഉറുദുവിൽ ഖസ്ബ എന്ന് പറയാറുള്ളത്. ഏകദേശം 10,000 മുതൽ 20,000 വരെയുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തിനാണിത് പറയുക. അപ്പോൾ ഇസ് ദറിയാ കെ കിനാരെ, ഈ നദിയുടെ തീരത്ത് ഏക ഖസ്ബ, ഒരു നാട്. തിരുച്ചിറപ്പള്ളി ഹെ, തിരുച്ചിറപ്പള്ളി ആകുന്നുവെന്നർത്ഥം. ഇനി ചന്ദ്രശേഖർ വെങ്കിട്ടരാമൻ, ഇതാണ് സി വി രാമൻ എന്നുള്ളതിൻ്റെ ഫുൾ പേരെന്ന് നമുക്കറിയാം. അപ്പോൾ ചന്ദ്രശേഖർ വെങ്കിട്ടരാമൻ 7 നവംബർ 1888 को इसी कस्बे में पैदा हुए. അദ്ദേഹം 1888 നവംബർ 7 ഇതേ നാട്ടിലാണ് ജനിച്ചിട്ടുള്ളത് എന്നർത്ഥം. പൈദാ ഹോന, ജനിക്കുക. അതിൻ്റെ ജംആയ രൂപമാണ് പൈദാ ഹുയെ എന്നുള്ളത്. ഇവിടെ ജംആക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ കുറിച്ചാണ് പറയുന്നത്. ഉൻകെ വാലിദ് ചന്ദ്രശേഖർ അയ്യർ ഏക് സ്കൂൾ മേ സയൻസ് ഓർ ഹിസാബ് കെ ഉസ്താദ് ഥേ. ഹിസാബ് എന്ന് പറഞ്ഞാൽ മാത്സ് എന്നാണ് അർത്ഥം. ഉൻകെ വാലിദ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ചന്ദ്രശേഖർ അയ്യർ എന്നുള്ള വ്യക്തി ഏക് സ്കൂൾ മേ, ഒരു സ്കൂളിൽ സയൻസ് ഓർ ഹിസാബ് കെ ഉസ്താദ് ഥേ, സയൻസിൻ്റെയും മാത്സിൻ്റെയും കണക്കിൻ്റെയും അധ്യാപകനായിരുന്നുവെന്നർത്ഥം. ഇനി അദ്ദേഹത്തിൻ്റെ മാതാവോ? മാ പാർവതി അമ്മൽ. ഇദ്ദേഹത്തിൻ്റെ മാതാവായിട്ടുള്ള മാ എന്നാൽ മാതാവ് എന്നാണ് അർത്ഥം. പാർവതി അമ്മൽ എന്നാണ് ആ മാതാവിൻ്റെ പേര്. ആ സ്ത്രീയും പഠി ലിഖി ഖാത്തൂൻ ഥീ. പഠ ലിഖ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള, എഴുത്തും വായനയും അറിയാവുന്ന എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ മുഅന്നസാണ് പഠി ലിഖി എന്നുള്ളത്, അതായത് വിദ്യാഭ്യാസമുള്ള. ഖാത്തൂൻ ഥീ, സ്ത്രീ ആയിരുന്നു. ഖാത്തൂൻ എന്നാൽ സ്ത്രീ എന്നാണ് അർത്ഥം. ഔറത്ത് എന്ന് നമ്മൾ ഉറുദുവിൽ പറയാറുണ്ട്. ഏതായാലും
घरेलू माहौल का असर वेंकटरामन पर भी पड़ा। वो बचपन से ही बड़े मेहनती और रही थे, जिसका नतीजा था कि वो हर जमात में अव्वल आए। ഓക്കെ, നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും വിദ്യാഭ്യാസ രംഗങ്ങളിൽ കൂടുതൽ മികവുറ്റ ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗാർഹിക അന്തരീക്ഷം, അതായത് സ്വന്തം വീട്ടിലുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസമുള്ള കൂടുതൽ പഠിക്കാൻ ശേഷിയുള്ള ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ മക്കളിലും അതിൻ്റെ ഒരു സ്വാധീനമുണ്ടാകുമല്ലോ. അതാണ് ഇനി പറയുന്നത്. ഖരേലോ മാഹൗൽ, ഈ ഗാർഹികമായിട്ടുള്ള അന്തരീക്ഷം. ഖരേലോ എന്ന് പറഞ്ഞാൽ വീടുമായി ബന്ധപ്പെട്ട ഗാർഹികമായ, മാഹൗൽ എന്നാൽ അന്തരീക്ഷം എന്നാണ് ഇവിടെ അർത്ഥം. അപ്പോൾ ഈ ഗാർഹികമായിട്ടുള്ള അന്തരീക്ഷം കാ അസർ, അതിൻ്റെ സ്വാധീനം വെങ്കിട്ടരാമൻ പർ ഭി പട, അത് വെങ്കിട്ടരാമനിലും സ്വാധീനം ചെലുത്തി എന്നർത്ഥം. ഓക്കെ, അസർ എന്നാൽ സ്വാധീനം, അസർ പഠന എന്നാൽ സ്വാധീനം ഉണ്ടാവുക, സ്വാധീനം ചെലുത്തുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തന്നെ വോ അദ്ദേഹം ബച്പൻ സേഹി, ബച്പൻ എന്നാൽ കുട്ടിക്കാലം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ വോ ബച്പൻ സേഹി, അദ്ദേഹം കുട്ടിക്കാലത്തു തന്നെ ബഡേ മെഹ്നത്തി, മെഹ്നത്തി എന്ന് പറഞ്ഞാൽ പരിശ്രമശാലി എന്നാണ് അർത്ഥം. ഓക്കെ, പരിശ്രമശാലി, ത്യാഗശാലി എന്നൊക്കെയാണ് അർത്ഥം. രഹി എന്നാലോ ബുദ്ധിയുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പോൾ വോ ബച്പൻ സേഹി, അദ്ദേഹം കുട്ടിക്കാലത്തു തന്നെ ബഡേ മെഹ്നത്തി, വലിയ പരിശ്രമശാലിയും, ഓർ രഹീൻ ഥേ, ബുദ്ധിമാനുമായിരുന്നു. ജിസ്കാ നതീജ ഥ, എന്തിൻ്റെ റിസൾട്ട് ആയിട്ടാണോ കെ വോ ഹർ ജമാഅത്ത് മേ അവൽ ആയി. ഓക്കെ, ജിസ്കാ നതീജ ഥ, അതിൻ്റെ റിസൾട്ടായിരുന്നു കെ എന്തെന്നാൽ വോ അദ്ദേഹം ഹർ ജമാഅത്ത് മേ എല്ലാ ക്ലാസ്സിലും അവൽ ആയേ ഒന്നാമനായിരുന്നുവെന്നർത്ഥം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൂർമ്മതയും ത്യാഗശീലവും കാരണത്താൽ എല്ലാ ക്ലാസ്സിലും അദ്ദേഹം എന്തായിരുന്നു, ഒന്നാമനായിരുന്നു, ഫസ്റ്റ് ആയിരുന്നുവെന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഈ സി വി രാമൻ കൈവച്ചിട്ടുള്ള മേഖലകളാണ്. ആദ്യമായിട്ട് സയൻസിനെ കുറിച്ചാണ് പറയുന്നത്. ബച്പൻ ഹീസെ, കുട്ടിക്കാലത്തു തന്നെ, സയൻസ് മേ രാമൻ കി ഗഹ്രി ദിൽചസ്പി थी, സയൻസ് മേ സയൻസിൽ, രാമൻ കി രാമന് അതായത് സി വി രാമന്, ഗഹ്രി ദിൽചസ്പി थी. ഓക്കെ, ഗഹ്റ എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള, ഗഹനമായ എന്നൊക്കെയാണ് അർത്ഥം. ദിൽചസ്പി എന്നാൽ താല്പര്യം. ഓക്കെ, ദിൽചസ്പി എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ടാണ് ഗഹ്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആഴത്തിലുള്ള ആഗ്രഹമുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നുവെന്നർത്ഥം. ഓക്കെ, വോ കാം കർണേ സേ കബി നെ ഉക്താത്തേ ഥേ, വോ അദ്ദേഹം കാം കർണേ സേ, ഒരു പ്രവർത്തനം ചെയ്യുന്നതിൽ നിന്ന്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന്, കബി എപ്പോഴും, അതായത് ഒരിക്കലും എന്നുള്ള അർത്ഥത്തിനാണ് ഇവിടെ കബി എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കബി നെ ഉക്താത്തേ, ഒരിക്കലും എന്ത് ചെയ്തിരുന്നില്ല, മടുപ്പ് കാണിച്ചിരുന്നില്ല. ഉക്താന എന്ന് പറഞ്ഞാൽ മടുക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, ഉക്താത്ത ഥ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് മടുക്കാറുണ്ടായിരുന്നുവെന്നാണ് ഉക്താത്താഥ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അതിന് ന ഉക്താത്താഥ എന്ന് പറഞ്ഞാലോ മടുക്കാറുണ്ടായിരുന്നില്ല. ഓക്കെ, അതിൻ്റെ ജംആണ് ഉക്താത്തേ ഥേ എന്നായിട്ട് ഉപയോഗിക്കുന്നത്. അത് അദ്ദേഹത്തെ ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും അദ്ദേഹം ഒരു മടിയും കാണിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എങ്ങനെയായിരുന്നു? സുബഹ് സവേരെ ഉഠ്ന और कुछ देर टहलना उनकी आदत में शामिल था. ഓക്കെ, സുബഹ് സവേരെ, സുബഹ് എന്ന് പറഞ്ഞാലും സവേര എന്ന് പറഞ്ഞാലും പ്രഭാതം എന്നാണ് അർത്ഥം. സുബഹ് സവേരെ എന്ന് പറഞ്ഞാലോ നേരത്തെ തന്നെ. ഓക്കെ, അതായത് പ്രഭാതത്തിൽ നേരത്തെ തന്നെ, ഉഠ്ന എണീക്കുക എന്നുള്ളതും, ഓർ കുച്ച് ദേർ ടഹൽന, കുറഞ്ഞ സമയം, ടഹൽന എന്ന് പറഞ്ഞാൽ നടക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, നടക്കുക, ഉലാത്തുക, അതായത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ജനങ്ങളൊക്കെ രാവിലെ എണീറ്റിട്ട് നടക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ സി വി രാമനും ചെയ്യാറുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സുബഹ് സവേരെ ഉടന, രാവിലെ നേരത്തെ തന്നെ എണീക്കുക എന്നുള്ളതും, ഓർ കുച്ച് ദേർ ടഹൽന, പിന്നെ കുറച്ച് സമയം നടക്കുക എന്നുള്ളതും, ഉൻകി ആദത് മേ, അദ്ദേഹത്തിൻ്റെ പതിവിൽ, ഷാമിൽ ഥ ഉൾക്കൊണ്ടതായിരുന്നു. അതായത് എന്നും അദ്ദേഹം ഇത് പതിവാക്കിയിരുന്നു, എന്ന് നേരത്തെ എണീക്കുകയും കുറഞ്ഞ സമയം നടക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, വോ ഏക്ക് അച്ഛേ ഉസ്താദ് ബി ഥേ, വോ അദ്ദേഹം ഏക്ക് ഒരു അച്ഛേ ഉസ്താദ് ബി ഥേ, ഒരു നല്ല അധ്യാപകനും കൂടി ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അപ്പിനെ തോലിബെ ഇൽമോ കാ ബഹുത് ഖയാൽ റഖ്തേ ഥേ.
ഓക്കെ, ഖയാൽ റഖ്ന എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നാണ് അർത്ഥം. തോലിബെ ഇൽമ എന്ന് പറഞ്ഞാലോ വിദ്യാർത്ഥി, അതിൻ്റെ ജംആണ് തോലിബെ ഇൽമോ. അപ്പോൾ അപ്പിനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം തോലിബെ ഇൽമോങ്ക വിദ്യാർത്ഥികളുടെ ബഹുത് ഖയാൽ റഖ്തേത്തെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നുവെന്നർത്ഥം. അപ്പോൾ ഇൽമോങ്ക ബഹുത് ഖയാൽ റഖ്ന എന്ന് പറഞ്ഞാൽ തോലിബെ ഇൽമോങ്ക ബഹുത് ഖയാൽ റഖ്ന എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നുവെന്നർത്ഥം. ഓക്കെ, വോ ഉൻകി ഹർ മുഷ്കിൽ കോ ദൂർ കർനെ കി കോശിഷ് കർത്തേ ഥേ. അതിനപ്പുറം വോ അദ്ദേഹം ഉൻകി ആ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ ഹർ മുഷ്കിൽ കോ എല്ലാ പ്രയാസങ്ങളെയും ദൂർ കർനേക്ക് ദൂരത്താക്കുന്നതിന്. ഓക്കെ, ദൂർ കർണ എന്ന് പറഞ്ഞാൽ വിദൂരത്താക്കുക, ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കി കൊടുക്കാൻ കോശിഷ് കർത്തേ ഥേ പരിശ്രമിക്കാറുണ്ടായിരുന്നു. കോശിഷ് കർണ പരിശ്രമിക്കുക, അതിൻ്റെ മാദി ഇസ്തിമ്രാറാണ്. കോശിഷ് കർത്താ ഥ പരിശ്രമിക്കാറുണ്ടായിരുന്നു, അതിൻ്റെ ജംആണ് കോശിഷ് കർത്തേ ഥേ. ओके, वो अपनी धुन के पक्के और वक्त के पाबंद थे. ओके, धुन के പക്ക എന്നുള്ളതും വക്ത് കെ പാബന്ദ് എന്നുള്ളതും ഒരു പ്രയോഗമാണ്, നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഓ അദ്ദേഹം അപ്നി ധുൻ കെ പക്കേ. ഓക്കെ, ധുൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? താല്പര്യം, ആഗ്രഹം, ചിന്ത എന്നൊക്കെയാണ് ധുൻ എന്ന് പറഞ്ഞാലുള്ളത് കേട്ടോ. പക്ക എന്ന് പറഞ്ഞാൽ പാകമായത് എന്നാണ് അർത്ഥം. അപ്പോൾ ചിന്തയുടെ പാകമായത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പാകമായിട്ടുള്ള ചിന്തകൾ ഉള്ള എന്ന് പറഞ്ഞാൽ പക്വതയുള്ള ഒരു മനുഷ്യനായിരുന്നുവെന്നാണ് അപ്പിനി ധുൻ കെ പക്കെ എന്ന് പറഞ്ഞാലുള്ള ആശയം. ഓക്കെ, ഇനി അടുത്തത് വക്ത് കെ പാബന്തി എന്ന് പറഞ്ഞാൽ, വക്ത് എന്ന് പറഞ്ഞാൽ സമയം, പാബന്തി എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ടവൻ. അപ്പോൾ സമയത്തിനാൽ ബന്ധിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ സമയനിഷ്ഠയുള്ളവൻ എന്നാണ് വക്ത് കെ പാബന്ദ് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം കേട്ടോ. അപ്പോൾ വോ അദ്ദേഹം അപ്നി ധുൻ കെ പക്കെ പക്വതയുള്ള ആളും ഓർ വക്ത് കെ പാബന്ധത്തെ എന്നുള്ളത് പോലെ സമയനിഷ്ഠയുള്ളവനും ആയിരുന്നു. ഓക്കെ, അപ്പോൾ സയൻസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ താല്പര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് മ്യൂസിക്കിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യത്തെയാണ് പറയുന്നത്. രാമൻ കോ മൂസീഖി സേ ഭി ഗഹരി ദിൽചസ്പി थी. രാമന് മൂസീഖി സേ ഭി, മ്യൂസിക്കി എന്ന് പറഞ്ഞാൽ മ്യൂസിക്, അപ്പം മ്യൂസിക്കിനോടും ഗഹരി ദിൽചസ്പി थी ആഴത്തിലുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ മുഖ്തലിഫ് ഖിസ്ം കെ സാസോ കോ സുന്നേ കാ ഉനെ ബഹുത് ഷൗഖ് था. ഓക്കെ, സാസ് എന്ന് പറഞ്ഞാൽ ഈ വാദ്യോപകരണത്തിനാണ് പറയുക, അതായത് എന്ത് ചെയ്യാനുള്ള മ്യൂസിക്കുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഉപകരണത്തിനാണ് നമ്മൾ സാസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ മുഖ്തലിഫ് ഖിസ്ം കെ വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത ഇനത്തിലുള്ള സാസോങ്കോ ഉപകരണങ്ങളെ സുന്നേക്ക കേൾക്കുന്നതിന് ഉനെ അദ്ദേഹത്തിന് ബഹൂത് ഷൗഖത്ത വളരെയധികം താല്പര്യമായിരുന്നു. ഷൗഖ് എന്ന് പറഞ്ഞാൽ താല്പര്യം, ആഗ്രഹം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ കേൾക്കാൻ, അത് ആസ്വദിക്കാനൊക്കെ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. മൂസീഖി के उसी शौक ने आवाज़ की लहरों की तरफ उन्हें मुतवज्जिह किया. എങ്ങനെയാണ് പിന്നീട് ഇദ്ദേഹം സയൻസിൽ കൂടുതൽ എന്തായത് അഗ്രഗണ്യനായത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മൂസീഖിക്ക് മ്യൂസിക്കിനോടുള്ള ഉസി ഷൗഖ് അതേ ആഗ്രഹം, അതേ താല്പര്യം. നെ എന്നുള്ളത് ഫാഇലിൻ്റെ അലാമത്താണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ മ്യൂസിക്കിനോടുള്ള താല്പര്യം. ആവാസ് കി ലഹറോം കി തറഫ്, ആവാസ് എന്നാൽ ശബ്ദം, ലഹർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലഹർ എന്ന് പറഞ്ഞാൽ തരംഗം, ഓളം എന്നൊക്കെയാണ് അർത്ഥം. അതായത് നമ്മുടെ ശബ്ദം വരാറുള്ളത് ഒരു നിശ്ചിത വേവ് ലെങ്ത്തിലാണെന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കിനി പഠിക്കാനുള്ളതാണ്. അപ്പോൾ ആ വേവ് ലെങ്ത്തിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം പഠനം നടത്തിയത് ആദ്യമായിട്ട് ഈ വാദ്യോപകരണങ്ങളോടുള്ള താല്പര്യം കൊണ്ടായിരുന്നുവെന്നാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ മൂസീഖിക്ക് ഉസി ഷൗഖിനെ മ്യൂസിക്കിനോടുള്ള അതേ താല്പര്യം. ആവാസ് കി ലഹറോം കി തറഫ് ശബ്ദങ്ങളുടെ തരംഗങ്ങളുടെ ഭാഗത്തിലേക്ക് ഉനെ മുതവജ്ജിഹ് കിയ അദ്ദേഹത്തെ മുന്നിട്ട് നിർത്തി, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വിളിച്ചു കൊണ്ടുപോയി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ മ്യൂസിക്കിനോടുള്ള താല്പര്യം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? ശബ്ദങ്ങളുടെ തരംഗങ്ങളെക്കുറിച്ച്, അതിൻ്റെ വേവ് ലെങ്ത്തുകളെക്കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി. ഓക്കെ, മുതവജ്ജിഹ് കർണ എന്ന് പറഞ്ഞാൽ മുന്നിടിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, ആകെ ചൽക്കർ ഉനോനെ ആവാസ് സെ മുതഅല്ലിഖ് ബഹുത് സെ
തജ്രിബെ കിയെ, ആകെ ചൽക്കർ മുന്നോട്ട് പോയിട്ട് എന്നാണ് അതിൻ്റെ നേരിട്ടുള്ള അർത്ഥം. ആകെ മുന്നോട്ട്, ചൽക്കർ ചലിച്ചിട്ട്, പോയിട്ട്. അപ്പോൾ മുന്നോട്ട് പോയിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആശയം എന്താണ്? പിന്നീട് എന്നാണ്. അപ്പോൾ ആകെ ചൽക്കർ പിന്നീട്, ഉനോനെ അദ്ദേഹം, ആവാസെ മുതഅല്ലിഖ് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട, ബഹുത്സെ ധാരാളം, തജ്രിബെ കിയെ എക്സ്പെരിമെൻറ്റുകൾ പരീക്ഷണങ്ങൾ നടത്തി എന്നർത്ഥം. തജ്രിബ എന്നാൽ പരീക്ഷണം, തജ്രിബ കർണ പരീക്ഷണം നടത്തുക, തജ്രിബെ കിയെ പരീക്ഷണങ്ങൾ നടത്തി എന്നർത്ഥം. ഓക്കെ, അതായത് പിന്നീട് അദ്ദേഹം ശബ്ദവുമായി ബന്ധപ്പെട്ട ധാരാളം പരീക്ഷണങ്ങൾ ചെയ്തു. ഓക്കെ, ഇനി അടുത്തത്, രാമൻ കാ ദിൽ ബച്പൻ സേ ഹി റംഗ് ഓർ റോഷ്നി കി തറഫ് ഖിഞ്ച്താ ഥാ. ഓക്കെ, രാമൻ കാ ദിൽ രാമൻ്റെ മനസ്സ്, ബച്പൻ സേ ഹി കുട്ടിക്കാലത്തു തന്നെ, റംഗ് ഓർ റോഷ്നി, റംഗ് എന്നാൽ നിറം എന്നാണെന്ന് നമുക്കറിയാം, റോഷ്നി എന്നാലോ വെളിച്ചം, പ്രകാശം എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് കുട്ടിക്കാലത്തു തന്നെ നിറത്തിലേക്കും പ്രകാശത്തിലേക്കും, റംഗ് ഓർ റോഷ്നി കി തൊറഫ് നിറത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഭാഗത്തിലേക്ക്, ഖിഞ്ച്താത്ത. ഓക്കെ, ഖിഞ്ച്ന എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് നിറങ്ങൾ കാണുമ്പോൾ, പ്രകാശങ്ങൾ കാണുമ്പോൾ വല്ലാത്ത താല്പര്യമുണ്ടായിരുന്നു. ഓക്കെ, രംഗ് ബറംഗെ ഫൂലോ तितलियों और पत्थरों को जमा करना उन्हें बहुत पसंद था. ഓക്കെ, നമുക്കറിയാം ചിത്രങ്ങളോടും പ്രകാശത്തിനോടൊക്കെ അദ്ദേഹത്തിന് വല്ലാത്ത താല്പര്യമായിരുന്നു. റംഗ് ബറംഗെ എന്ന് പറഞ്ഞാൽ വർണ്ണാഭമായിട്ടുള്ള, വ്യത്യസ്ത വർണ്ണത്തിലുള്ള, നിറത്തിലുള്ള എന്നൊക്കെയാണ് റംഗ് ബറംഗെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റംഗ് ബറംഗെ വർണ്ണാഭം ആയിട്ടുള്ള, പൂലോ പൂക്കൾ, തിത്തിലിയോ തിത്തിലി എന്നാൽ പൂമ്പാറ്റ എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് തിത്തിലിയോ പൂമ്പാറ്റകൾ. ഓർ പത്ഥറോങ്കോ, പത്ഥർ എന്നാൽ കല്ല് എന്നാണ് അർത്ഥം. നമ്മൾ വ്യത്യസ്ത നിറത്തിലുള്ള കല്ലുകളെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ പത്ഥറോങ്കോ ആ കല്ലുകളെയും, അപ്പോൾ വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കള്, പൂമ്പാറ്റകളെ, കല്ലുകളെ, കോ ജമാ കർണ അവയെല്ലാം ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് ഉനെ അദ്ദേഹത്തിന് ബഹുത് പസന്ത വളരെയധികം ഇഷ്ടമായിരുന്നു. ഓക്കെ, ഉനോനെ ഉൻ പർ തജ്രിബാത് ഭി കിയെ, പിന്നീട് വലുതായതിന് ശേഷം ഉനോനെ അദ്ദേഹം ഉൻ പർ അവയിലും, അതായത് വ്യത്യസ്ത വർണ്ണത്തിലുള്ള സാധനങ്ങളിലും, തജ്രിബാത് ഭി കിയെ അതിലും പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. 28 फरवरी 1928 को उन्होंने अपने तजर्बों की मदद से ये साबित कर दिया कि रोशनी की किरणें लहरों से नहीं ज़र्रात से बनी होती हैं. ओके, 1928 ഫെബ്രുവരി 28. ओके, ഈ ഡേറ്റിൽ को उन्होंने അദ്ദേഹം अपने तजर्बों की मदद से, अपने സ്വന്തം തജ്രിബോं की പരീക്ഷണങ്ങളുടെ മദദ് സെ സഹായത്താൽ, മദദ് എന്നുള്ളത് സഹായം, അത് മുഅന്നസ് ആയതുകൊണ്ടാണ് തജ്രിബോं की എന്നുള്ള ഹർഫ് അറബത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ अपने तजर्बों की मदद से സ്വന്തം പരീക്ഷണങ്ങളുടെ സഹായത്താൽ യെ സാബിത് കർ ദിയ ഈ ഒരു കാര്യം സ്ഥാപിച്ചു. ഓക്കെ, സാബിത് കർണ എന്നാൽ സ്ഥാപിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം സ്ഥാപിച്ചു. ഓക്കെ, എന്തെന്നാൽ റോഷ്നി കി കിരണേ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ, കിരൺ എന്നാൽ കിരണം എന്നാണ് അതിൻ്റെ ജംആണ് കിരണേ, കിരണങ്ങൾ. ലഹറോ സേ നഹി, ലഹർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് തരംഗം എന്നാണ് അർത്ഥം. അപ്പോൾ തരംഗത്താലല്ല ഉണ്ടാകുന്നത്, മറിച്ച് സറാത്ത് സേ ബനി ഹോത്തി ഹെ, സറ എന്ന് പറഞ്ഞാൽ ആറ്റം എന്നാണ് അർത്ഥം. നമ്മൾ സയൻസിലൊക്കെ ആറ്റത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ജംആണ് സറാത്ത്, അതായത് ആറ്റങ്ങൾ. അതായത് ഒരു വസ്തുവിനെ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ചുരുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കിയത് പ്രകാശം എന്നുള്ളതൊരിക്കലും തരംഗങ്ങൾ കൊണ്ടല്ല ഉണ്ടാകുന്നത്, മറിച്ച് സറാത്ത് സെ ബനി ഹോത്തി, അത് ആറ്റങ്ങളാലായിട്ടാണ് ഉണ്ടാകുന്നത് എന്നർത്ഥം. ഓക്കെ, സയൻസ് കി ദുനിയാമേ യേ ഏക് ബഡി ഖോജ് ഥി. ഓക്കെ, സയൻസ് കി ദുനിയാമേ സയൻസിൻ്റെ ലോകത്ത്. ഓക്കെ, അപ്പോൾ അതായത് ശാസ്ത്രകാരന്മാർക്ക് ഈ ഒരു കാര്യം എന്നുള്ളത് ഏക് ബഡി ഖോജ് ഥി. ഓക്കെ, ഖോജ് എന്ന് പറഞ്ഞാൽ അന്വേഷണം, കണ്ടുപിടുത്തം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ഥാപിക്കൽ, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടുപിടുത്തൽ സയൻറ്റിഫിക് വേൾഡിൽ വരെ, അതായത് സയൻസിൻ്റെ ലോകത്ത് വരെ ഒരു വലിയ കണ്ടുപിടുത്തമായിരുന്നുവെന്നർത്ഥം. ഓക്കെ, ഖോജ് എന്നാൽ കണ്ടുപിടുത്തം, യത്നം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ഓക്കെ,
रामन की इस अजीम कामयाबी पर 1929 में हुकूमत बरितानिया ने उन्हें सर का खिताब दिया. ഓക്കെ, രാമൻ കി ഇസ് അസീം കാമയാബി പർ, കാമയാബി എന്ന് പറഞ്ഞാൽ നേട്ടം എന്നാണ് അർത്ഥം. രാമൻ കി, രാമൻ്റെ, ഇസ് അസീം കാമയാബി പർ, ഈ ഒരു വലിയ നേട്ടത്തിൻ്റെ മേൽ, അസീം എന്നാൽ ബഡ, വലിയ എന്നാണ് അർത്ഥം, കാമയാബി പർ വിജയത്തിന്മേൽ, 1929 में 1929 ഹുക്കൂമത്തെ ബരിത്താനിയാനെ, ഹുക്കൂമത്ത് എന്നാൽ ഗവൺമെൻറ്, ബരിത്താനിയ എന്നാൽ ബ്രിട്ടൻ എന്നാണ് അർത്ഥം. അപ്പോൾ ബ്രിട്ടൻ ഗവൺമെൻറ്റിനെ ഉനെ അദ്ദേഹത്തിന് സർ കാ ഖിതാബ് ദിയ, സർ എന്നുള്ള പദവി നൽകി എന്നർത്ഥം. ഖിതാബ് എന്നാൽ പദവി എന്നാണ് അർത്ഥം. ബ്രിട്ടീഷുകാരന്മാർ കൂടുതൽ ശാസ്ത്രരംഗത്തും എന്നുള്ളതുപോലെ വ്യത്യസ്ത കലകളിൽ കൂടുതൽ പ്രാവീണ്യം നേടുന്നവർക്ക് നൽകുന്ന ഒരു പദവിയാണ് സർ എന്നുള്ളത്. അതെന്ത് ചെയ്തു? 1929 ബ്രിട്ടീഷ് ഗവൺമെൻറ് സർ സി വി രാമന് നൽകിയിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, 1930 में दुनिया के सबसे बड़े इनाम नोबल इनाम से नवाजा गया. ഓക്കെ, പിന്നീട് നമുക്കറിയാവുന്നതാണ് ലോകത്തിലുള്ള ഏറ്റവും വലിയ അവാർഡ് എന്നുള്ളത് നോബൽ പ്രൈസ് ആണ്. ഓക്കെ, ഈ നോബൽ പ്രൈസ് വരെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1930 ദുനിയാക്കെ സബ്സെ ബഡെ ഇനാം, ദുനിയാവിലുള്ള ഏറ്റവും വലിയ ഇനാം, സമ്മാനം, അവാർഡ് ആയിട്ടുള്ള നോബൽ ഇനാം, നോബൽ പ്രൈസ് എന്നുള്ളത്, നോബൽ പ്രൈസ് നോബൽ ഇനാം സെ നവാസാ ഗയ. ഓക്കെ, നവാസ്ന എന്ന് പറഞ്ഞാൽ ആദരിക്കുക എന്നാണ് അർത്ഥം. നവാസ ജാന എന്നാൽ ആദരിക്കപ്പെടുക, നവാസ ഗയ ആദരിക്കപ്പെട്ടു. അപ്പോൾ 1930 ഇദ്ദേഹം എന്ത് ചെയ്തു? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള നോബൽ പ്രൈസിനാൽ ആദരിക്കപ്പെട്ടു എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് ഇത് എഴുതിയ ആൾ നമ്മളോടൊക്കെ പറയാണ്, ബച്ചോ तुम्हें ये सुनकर ताज्जुब होगा कि उन्होंने ये कामयाबी सिर्फ 300 रुपये के आलात से तजरिबा करके हासिल की. ഓക്കെ, ഇനി നമ്മളോട് പറയാണ്, ബച്ചോ കുട്ടികളെ, തുമേ നിങ്ങൾക്ക്, യേ സുൻകർ താജ്ജുബ് ഹോഗ, ഈ ഒരു കാര്യം കേട്ടിട്ട് അത്ഭുതമുണ്ടാകും. താജ്ജുബ് എന്നാൽ അത്ഭുതം. യേ സുൻകർ ഇത് കേട്ടിട്ട് താജ്ജുബ് ഹോഗ അത്ഭുതമുണ്ടാകും. കെ എന്തെന്നാൽ ഉനോനെ അദ്ദേഹം, യേ കാമയാബി ഈ ഒരു നേട്ടം, സിർഫ് എന്നാൽ മാത്രം എന്നാണ് അർത്ഥം കേട്ടോ. അതായത് വളരെ കുറഞ്ഞ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് സിർഫ് എന്ന് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ സിർഫ് 300 രൂപയ്ക്ക് 300 രൂപയുടെ മാത്രം ആലാത്സെ ഉപകരണങ്ങളാൽ തജ്രിബാക്കർക്ക് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഹാസിൽക്കി കരസ്ഥമാക്കിയതാണ്. അതായത് ഇങ്ങനത്തെ നോബൽ പ്രൈസ് കിട്ടാൻ വരെ ഇദ്ദേഹം 300 രൂപ ചിലവഴിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഉപകരണങ്ങളെ കൊണ്ടാണ്, ആ ഉപകരണങ്ങളെ കൊണ്ട് നടത്തിയിട്ടുള്ള പരീക്ഷണത്താലാണ് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ബച്ചോ കുട്ടികളെ, നമ്മളെയൊക്കെ വിളിക്കുകയാണ്. തുമേ നിങ്ങൾക്ക്, യേ സുൻകർ താജ്ജുബ് ഹോഗ ഇത് കേട്ടിട്ട് അത്ഭുതം വന്നിട്ടുണ്ടാകും. എന്തെന്നാൽ ഉനോനെ അദ്ദേഹം, യേ കാമയാബി സിർഫ് 300 രൂപയ്ക്ക് ആലാത്ത് തജ്രിബ കർക്കെ ഹാസിൽ കി, അദ്ദേഹം ഈ ഒരു നേട്ടം വെറും 300 രൂപയുടെ ഉപകരണങ്ങൾ കൊണ്ടുള്ള തജ്രിബ കർക്കെ ഹാസിൽ കി, എന്ത് ചെയ്തിട്ട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് കരസ്ഥമാക്കിയതാണ് എന്നർത്ഥം. ഓക്കെ, हिंदुस्तान में साइंस के फ़रोग़ के लिए उन्होंने अपनी सारी पूंजी से एक तजरिबागाह कायम की, जिसने आगे चलकर रामन इंस्टीट्यूट का नाम पाया. ഓക്കെ, ഇനി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരീക്ഷണശാലയാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. ഹിന്ദുസ്ഥാൻ മേ ഇന്ത്യയിൽ സയൻസ് കെ ഫുറോൾ കെലിയെ സയൻസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ശാഖകൾക്ക് വേണ്ടിയിട്ട്, അവിടെ ഗൈനല്ല ഐനാണ് കേട്ടോ, ഫുറോ എന്നാണുള്ളത്. ഫറ എന്നുള്ളതിൻ്റെ ജംആണ്, ഫുറോ എന്നുള്ളത് ശാഖ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഫുറോ എന്ന് ഗൈന് ഇട്ട് പറയുകയാണെങ്കിൽ, പുള്ളിയുള്ള ഐനാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രകാശം എന്നൊക്കെയാണ്. ഇവിടെ ആ പുള്ളി നിങ്ങൾ മായ്ച്ചു കളയണം. ഓക്കെ, അപ്പോൾ ഹിന്ദുസ്ഥാൻ മേ ഇന്ത്യയിൽ സയൻസ് കെ ഫുറോ കെലിയെ സയൻസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ശാഖകൾക്ക് വേണ്ടിയിട്ട്, സയൻസ് തന്നെ വ്യത്യസ്തമായ ശാഖകളുണ്ടെന്ന് നമുക്കറിയാം. ഫിസിക്സ്, കെമിസ്ട്രി പോലത്തെ കാര്യങ്ങളുണ്ടാകും. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന മറ്റ് ശാഖകളൊക്കെയുണ്ട്.
ഏതായാലും സയൻസിൻ്റെ ശാഖകൾക്ക് വേണ്ടിയിട്ട് ഓനോനെ അദ്ദേഹം അപ്പിനി സാരി പൂഞ്ചി സ്വന്തം മുഴുവനും, പൂഞ്ചി എന്നാൽ സ്വത്ത് എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, സ്വത്ത് സമ്പത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തിനാലും, പൂഞ്ചീസേ സമ്പത്തിനാലും ഏക തജ്രിബാഗ ഒരു പരീക്ഷണശാല ഖായിം കി സ്ഥാപിച്ചു. ഖായിം കർണ സ്ഥാപിക്കുക, തജ്രിബാഗ പരീക്ഷണശാല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? സയൻസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ശാഖകളിലൊക്കെ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തൻ്റെ മുഴുവൻ സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് ഒരു പരീക്ഷണശാല സ്ഥാപിച്ചു. ഓക്കെ, ജിസ്നെ ഏതൊരു പരീക്ഷണശാലയാണോ ആകെ ചൽക്കർ മുന്നോട്ട് പോയിട്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നുള്ളൊരർത്ഥത്തിലാണ്. അപ്പോൾ ആകെ ചൽക്കർ പിന്നീട് രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കാ നാം പായ, രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേര് കരസ്ഥമാക്കി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് മുഴുവൻ സമ്പത്തും ഉപയോഗിച്ച് ഒരു പരീക്ഷണശാലയുണ്ടാക്കി. അതാണ് പിന്നീട് രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേരിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഹുക്കൂമത്തെ ഹിന്ദിനെ 1954 में उन्हें ഭാരത് രത്ന സെ നവാസ. ഓക്കെ, ഭാരത് രത്ന എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു അവാർഡാണ്. അപ്പോൾ ഹുക്കൂമത്തെ ഹിന്ദിനെ, ഓക്കെ, ഇന്ത്യൻ ഗവൺമെൻറ് 1954 1954 ഉനെ അദ്ദേഹത്തെ ഭാരത് രത്ന സെ നവാസ, ഭാരത് രത്ന എന്നുള്ള അവാർഡിനാൽ ആദരിച്ചു. ഓക്കെ, നവാസിനെ ആദരിക്കുക, അതിൻ്റെ മാളിയാണ് നവാസ, ആദരിച്ചു. അതായത് ഇത്തരത്തിലുള്ള അവാർഡുകൾ നൽകുന്നതിനാണ് നമ്മൾ സാധാരണഗതിയിൽ നവാസിന എന്നുള്ള ഫീൽഡ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ 1954 ഇദ്ദേഹത്തിന് ഭാരത് രത്ന കൂടി ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇസിലിയെ ഹർ സാൽ 28 ഫെബ്രുവരി को हम സയൻസ് ഡേ മനാത്തെ ഹൈ. ഇസിലിയെ ഇതു കാരണത്താൽ ഹർ സാൽ എല്ലാ വർഷവും 28 ഫെബ്രുവരി को ഫെബ്രുവരി 28 ഹം സയൻസ് ഡേ മനാത്തെ ഹൈ, നമ്മൾ സയൻസ് ഡേ ശാസ്ത്രീയ ദിനം ആചരിക്കുന്നു, ആഘോഷിക്കുന്നുവെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് കാരണത്താലാണ് നമ്മൾ എല്ലാ വർഷവും ഫെബ്രുവരി 28 എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ സയൻസ് ഡേ ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്. മനാന ആചരിക്കുക, ആഘോഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ക്യൂങ്കെ എന്തുകൊണ്ടെന്നാൽ, ഇനി അതിൻ്റെ കാരണം പറയാണ്, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ദിവസമാണ് ഈ ഫെബ്രുവരി 12 എന്നുള്ളത്. ക്യൂങ്കെ എന്തുകൊണ്ടെന്നാൽ യേ ദിൻ രാമൻ കി കാമയാബി കെ സാത്ത് സാത്ത് സയൻസ് കി ദുനിയാ മേ ഹിന്ദുസ്ഥാൻ और ഹിന്ദുസ്ഥാൻ കെ സയൻസ്ദാനോ കി ഭി കാമയാബി കാ ദിൻ ഹെ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു 1928 ഫെബ്രുവരി 28 ഇദ്ദേഹം പ്രകാശത്തെക്കുറിച്ചുള്ള ഒരു മുന്നേറ്റപരമായിട്ടുള്ള പരീക്ഷണം നടത്തിയിട്ടുള്ളത്, ഒരു കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്യൂങ്കെ എന്തുകൊണ്ടെന്നാൽ ഈ ദിൻ ഈ ഒരു ദിവസം രാമൻ കി കാമയാബി കെ സാത്ത് സാത്ത് രാമൻ്റെ നേട്ടത്തിനോട് കൂടെ, ഓക്കെ, അപ്പോൾ രാമൻ നടത്തിയിട്ടുള്ള സയൻസിൽ നടത്തിയിട്ടുള്ള നേട്ടത്തോടു കൂടെ സയൻസ് കി ദുനിയാമേ സയൻസിൻ്റെ ദുനിയാവിൽ, സയൻസിൻ്റെ ലോകത്ത് ഹിന്ദുസ്ഥാൻ ഓർ ഹിന്ദുസ്ഥാൻ കെ സയൻസ് ദാനോ കി ഇന്ത്യയിലെയും എന്നുള്ളതുപോലെ ഇന്ത്യയിലെ ശാസ്ത്രകാരന്മാരുടെയും ശാസ്ത്രജ്ഞരുടെയും ബി കാമിയാബി കാദിൻഹെ അവരുടെയും എല്ലാം നേട്ടത്തിൻ്റെ ദിവസമാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ സി വി രാമൻ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു പരീക്ഷണത്തിൻ്റെ റിസൾട്ട് അത് സി വി രാമൻ്റെ മാത്രം ഒരു വിജയമല്ല, മറിച്ച് ഇന്ത്യക്ക് വരെ, ഇന്ത്യയിലുള്ള ശാസ്ത്രകാരന്മാർക്ക് വരെ ഒരു അഭിമാനമാണ് ആ ഒരു നേട്ടം എന്നർത്ഥം. ഓക്കെ, കാമിയാബി എന്നാൽ നേട്ടം, സയൻസ് ദാൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞൻ എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. മൗത്ത് സേ കുച്ച് ദിനോं पहले रामन ने अपने डॉक्टर से कहा था मैं 100% काम करने वाली जिंदगी गुजारने में यकीन रखता हूँ. ഓക്കെ, ഇദ്ദേഹം മരണശയ്യയിൽ കിടക്കുന്ന അവസരത്തിൽ, മരണത്തിൻ്റെ തൊട്ടു മുമ്പ് തൻ്റെ അരികിലുള്ള ഡോക്ടറോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, മൗത്ത് സേ കുച്ച് ദിനോं पहले, ഓക്കെ, മരണത്തിൻ്റെ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ്. ദിൻ എന്നുള്ളതിൻ്റെ ജംആണ് ദിനോ, പഹ്ലെ എന്നാൽ മുമ്പ്. അപ്പോൾ മൗത്ത് സേ കുച്ച് ദിനോ പഹ്ലെ മരണത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാമൻ എന്നുള്ള സി വി രാമൻ അപ്നെ ഡോക്ടർ സേ കഹ സ്വന്തം ഡോക്ടറോട് പറഞ്ഞു, തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറോട് പറഞ്ഞു. എന്താണ്?
ഡോക്ടർ സെ കഹാ ഥ പറഞ്ഞിരുന്നു. മാസി ബഈദാണ്. ഓക്കെ, മൈ 100% ഫീസദി എന്ന് പറഞ്ഞാൽ ശതമാനം എന്നാണ് അർത്ഥം. ഓക്കെ, പെർസെൻറ്റേജ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ. 100% എന്ന് പറഞ്ഞാലോ 100%. അപ്പോൾ മൈ 100% ഞാൻ 100%വും കാം കർനെ വാലി, കാം കർണ പ്രവർത്തനം ചെയ്യുക, പണിയെടുക്കുക. അപ്പോൾ 100%വും പണിയെടുക്കുന്ന ജിന്ദഗി ഗുസാർനെ മേ ജീവിതം കഴിച്ചു കൂട്ടുന്നതിൽ. ജിന്ദഗി ഗുസാർന എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്നാണ് കേട്ടോ അർത്ഥം. ഓക്കെ, അപ്പോൾ 100%വും ഉപകാരപ്രദമായിട്ടുള്ള കാര്യം ചെയ്തിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിൽ യഖീൻ രക്താഹു ഞാൻ ഉറപ്പിക്കുന്നു. അതായത് ഞാൻ 100%വും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജീവിതമാണ് നയിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് ഉറപ്പാണ് എന്നാണ് സി വി രാമൻ തൻ്റെ ഡോക്ടറോട് മരണത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറയുന്നത്. ഓക്കെ, ഇനി 11 नवंबर 1970 को भारत का ये अजीम सिपोत हम से रुखसत हो गया. ओके, ഒന്ന് ശ്രദ്ധിക്കുക. 11 नवंबर 1970 को, ഓക്കെ, 1970 നവംബർ 21 ഭാരതത്തിലെ യെ അസീം സിപ്പോത്ത്. ഓക്കെ, ഈ അസീം വലിയ, സിപ്പോത്ത് എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഭാരതത്തിൻ്റെ തന്നെ ഒരു വലിയ പുത്രനായിട്ട് കാണാവുന്ന ഈ വ്യക്തി ഹംസെ റുഖ്സത് ഹോഗയ നമ്മളിൽ നിന്നും യാത്രയായി എന്നർത്ഥം. അപ്പോൾ 1970 നവംബർ 21 ഈ സി വി രാമൻ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ഒരു വലിയ സന്താനമായിട്ട് എണ്ണാവുന്ന ഈ ഒരു സയൻറ്റിസ്റ്റ് ശാസ്ത്രകാരൻ നമ്മളിൽ നിന്നും യാത്രയായത്, മരണപ്പെട്ടു പോയത് എന്നർത്ഥം. റുഖ്സത് ഹോജാന, റുഖ്സത് ഹോന എന്നൊക്കെ പറഞ്ഞാൽ യാത്രയാവുക എന്നാണ് അർത്ഥം. സാധാരണഗതിയിൽ മരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളത് പറയാറുള്ളത്. ഓക്കെ, ഉൻകി ജിന്ദഗി ആജ് ബി ഹമേ അമൽ കാ പൈഗാം ദേത്തി ഹെ. ഓക്കെ, ഇങ്ങനെ ജീവിതകാലം മുഴുവനും പരിശ്രമങ്ങളിലൂടെ, ത്യാഗങ്ങളിലൂടെ ജീവിക്കുകയും ധാരാളം നേട്ടങ്ങൾ മനുഷ്യ സമൂഹത്തിന് നൽകുകയും ചെയ്തിട്ടുള്ള സി വി രാമനെ പോലെയുള്ള വ്യക്തികളുടെ ജീവിതം ബാക്കിയുള്ളവർക്കൊരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ജീവിതം വെറുതെ ഉറങ്ങി തീർക്കാനുള്ളതോ കളിച്ചു തീർക്കാനുള്ളതോ അല്ല, മറിച്ച് ധാരാളം ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് എന്നുള്ള സന്ദേശം ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. ഓക്കെ, ഉൻകി ജിന്ദഗി അദ്ദേഹത്തിൻ്റെ ജീവിതം ആജിബി ഇന്നും എന്ന് പറഞ്ഞാൽ 1970 അദ്ദേഹം മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്നും ഈ 2020 ഹമേ നമുക്ക് അമൽ കാ പൈഗാം ദേത്തി ഹെ പ്രവർത്തനം ചെയ്യണം എന്നുള്ള ഒരു സന്ദേശം നൽകുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, അമൽ കാ പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ പൈഗാം സന്ദേശം ദേത്തി ഹെ നൽകുന്നുവെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ സർ സി വി രാമൻ എന്നുള്ള നമ്മുടെ പാഠം കഴിയുന്നു. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പുതിയ വാക്കുകൾ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ആദ്യമായിട്ട് ജനൂബ് തെക്ക്, ജനൂബി തെക്ക് ഭാഗത്തുള്ള സദേൺ, ദറിയ നദി, കിനാര തീരം, കസ്ബ ഗ്രാമം പട്ടണം, പൈദാ ഹോന ജനിക്കുക, ഹിസാബ് മാത്സ് കണക്ക്, പഠാലിക വിദ്യാഭ്യാസമുള്ള, ഖാത്തൂൻ സ്ത്രീ, ഘരേലു ഗാർഹികമായ, അസർ സ്വാധീനം, ബച്പൻ കുട്ടിക്കാലം, മെഹ്നത്തി ത്യാഗശാലി, റഹി ബുദ്ധിയുള്ളവൻ, നത്തീജ ഫലം, ജമാഅത്ത് ക്ലാസ്, ഗഹ്റ ആഴത്തിലുള്ള ഗഹനമായ, ദിൽചസ്പി താൽപര്യം ആഗ്രഹം, ഉക്താന മടുക്കുക, സവേര പ്രഭാതം നേരത്തെ. ഓക്കെ, ഉഡ്ന എണീക്കുക, ടഹൽന ഉലാത്തുക നടക്കുക, ഷാമിൽ ഉൾക്കൊണ്ടത്, ഖയാൽ റഖ്ന ശ്രദ്ധിക്കുക, ധുൻ താൽപര്യം ആഗ്രഹം ചിന്ത, പക്ക പാകമായത് അതായത് പക്വതയൊത്ത, പാബന്ദ് ബന്ധിക്കപ്പെട്ടവൻ, വക്തിക്കെ പാബന്ദ് സമയനിഷ്ഠയുള്ളവൻ, സാസ് ഉപകരണം, ഷൗക്ക് ആലത്ത്, ലഹർ തരംഗം ഓളം, മുതവജ്ജിഹ് കർണ മുന്നിടിക്കുക, തജ്രിബ പരീക്ഷണം, ഖിഞ്ചിന ആകർഷിക്കുക, റംഗ് ബിറംഗെ വർണ്ണാഭമായ, തിത്തിലി പൂമ്പാറ്റ, പത്ഥർ കല്ല്, സാബിത് കർണ സാബിത് കർ ദേന സ്ഥാപിക്കുക, കിരൺ കിരണം, സർറ ആറ്റം അണു, ഖോജ് കണ്ടുപിടുത്തം അന്വേഷണം യത്നം, കാമയാബി നേട്ടം, ബരിത്വാനിയ ബ്രിട്ടൻ, ഖിതാബ് പദവി, ഇൻആം സമ്മാനം
പുരസ്കാരം, അവാർഡ്. നവാസ്ന ആദരിക്കുക, നവാസ ജാന ആദരിക്കപ്പെടുക. ഫർഅ് ജംഉ ഫുറൂഅ് ശാഖ. പൂഞ്ചി സ്വത്ത് സമ്പത്ത്. തജ്രിബാഗാഹ് പരീക്ഷണശാല. ഖായിം കർണ സ്ഥാപിക്കുക. ആകെ ചൽക്കർ മുന്നോട്ട് പോയിട്ട്, അതായത് പിന്നീട്. സയൻസ്ദാൻ സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞൻ. ഫീസദി ശതമാനം. ഗുസാർന കഴിച്ചുകൂട്ടുക, ജിന്ദഗി ഗുസാർന ജീവിക്കുക എന്നർത്ഥം. സിപ്പോത്ത് പുത്രൻ. റുഖ്സത്ത് ഹോന യാത്രയാവുക, അതായത് മരിക്കുക. പൈഗാം സന്ദേശം. ഓക്കെ, അപ്പോൾ ഇത്രയും പദങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളത്. എക്സൈസ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിനെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.